ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചെങ്കിൽ ഓരോ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഓപ്ഷൻ എന്താണ്, അറ്റ് ദ മണി എന്താണ്, ഔട്ട് ഓഫ് ദ മണി എന്താണ്, പിന്നെ എന്ന് വെച്ചാൽ ഓപ്ഷൻ്റെ പ്രീമിയം എങ്ങനെ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളുണ്ട്. കുറച്ച് ബേസിക് ആയ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. കാരണം ചില ആൾക്കാർക്ക് അതൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതൊന്ന് കണ്ടതിന് ശേഷം മാത്രം ഓപ്ഷൻ ട്രേഡ് ചെയ്യുക. കാരണം ഇതിൻ്റെ റിസ്ക് റിവാർഡ് എങ്ങനെയാണ്, എങ്ങനെ മണി മാനേജ് ചെയ്യാം, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇല്ല 2-3 വീഡിയോകളായിട്ട് ഇടാൻ വേണ്ടി പോകുന്നത്. അത്തരം കാര്യങ്ങൾ അറിഞ്ഞ ശേഷം മാത്രം ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് വരിക കേട്ടോ. ഓപ്ഷൻസ് ബൈ ചെയ്യാനും സെല് ചെയ്യാനും പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ബേസിക് ആയ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. ഓപ്ഷൻസ് എന്താണ്, ഏതാണ് ഇൻ ദ മണി, ഔട്ട് ഓഫ് ദ മണി, അറ്റ് ദ മണി എന്താണ്, പിന്നെ മാർക്കറ്റ് എങ്ങോട്ട് പോകുമ്പോൾ ഏത് ഓപ്ഷൻ്റെ പ്രൈസ് ആണ് കൂടുന്നത്, ഇതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണം. അത്തരം കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. എന്താ വെച്ചെങ്കിൽ ഈ അറ്റ് ദ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ എവിടെയാണോ ഉള്ളത് അതാണ് അറ്റ് ദ മണി എന്ന് പറയുന്നത്. ഇപ്പോൾ 25,000 മാർക്കറ്റ് ഉള്ളത് അല്ലേ, അതാണ് അറ്റ് ദ മണി പറയുന്നത്. കോൾ ഓപ്ഷൻ സംബന്ധിച്ചും പുട്ട് ഓപ്ഷൻ സംബന്ധിച്ചും അറ്റ് ദ മണി അത് തന്നെയാണ്. ഇനി കോൾ ഓപ്ഷൻ സംബന്ധിച്ച് നമുക്ക് പഠിക്കാം. കോൾ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തുള്ളതാണ് കോൾ ഓപ്ഷൻ. ഈ കോൾ ഓപ്ഷനെ കുറിച്ച് നമുക്ക് നോക്കാം. കോൾ ഓപ്ഷന്റെ പ്രത്യേകത എന്താണ്? മാർക്കറ്റ് ഒരു ബയ്യർ കൺസെപ്റ്റിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് കേട്ടോ. ഒരു ബയ്യർ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ പ്രൈസ് കൂടുന്നത് ഏതാണ്? കോൾ ഓപ്ഷനിലെ പ്രൈസ് ആണ് കൂടുന്നത്. അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു എന്ന വ്യൂ ഒരു ബയ്യർക്ക് ഉണ്ടെങ്കിൽ അയാൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. കാരണം കോൾ ഓപ്ഷന്റെ പ്രൈസ് കൂടും. ഇപ്പം മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്താ ബൈ ചെയ്യുക? കോൾ ഓപ്ഷൻ ബൈ ചെയ്യും. ആ കോൾ ഓപ്ഷന്റെ 3 സംഭവങ്ങളുണ്ട് അല്ലേ? ഇൻ ദ മണിയുണ്ട്, അറ്റ് ദ മണിയുണ്ട്, ഔട്ട് ഓഫ് ദ മണിയുണ്ട്. അതെന്താ നോക്കാം നമുക്കിനി. അപ്പം ഒരു മാർക്കറ്റ് കടന്നു പോയത്, മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോഴാണല്ലോ കോൾ ഓപ്ഷൻ്റെ പ്രൈസ് കൂടുന്നത്. അപ്പോൾ മാർക്കറ്റ് ഓൾറെഡി കടന്നു പോയ സംഭവം പ്രൈസുകളൊക്കെ ഇല്ലേ, അതൊക്കെ ഇൻ ദ മണിയായിട്ട് മാറും. അതായത് 28,800, 28,900 ഇതൊക്കെ ഇൻ ദ മണിയായിട്ട് മാറും. ഇനി 25,000 നിന്നും 25,200 മാർക്കറ്റ് എത്തി നിങ്ങൾ വിചാരിച്ചോ, ആ സമയത്ത് 25,100 ഇൻ ദ മണിയായിട്ട് മാറും. അതായത് ഏതൊക്കെ പ്രൈസ് ലെവലാണോ മാർക്കറ്റ് കടന്ന് മുകളിലേക്ക് പോയിട്ടുള്ളത് ആ കടന്നു പോയ ലെവലുകളെല്ലാം ഇൻ ദ മണിയായി കോൾ ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ. ഔട്ട് ഓഫ് ദ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ എത്താത്ത സ്ഥലങ്ങൾ. ഉദാഹരണം നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ 25,000 ആണ് ഉള്ളത്, 25,100 മാർക്കറ്റ് എത്തിയിട്ടില്ല അല്ലേ, 25,200 മാർക്കറ്റ് എത്തിയിട്ടില്ല. ആ സമയത്ത് എന്താ, അതൊക്കെ ഔട്ട് ഓഫ് ദ മണി ആയിട്ട് മാറി. അതായത് കോൾ ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം ഔട്ട് ഓഫ് ദ മണി, മാർക്കറ്റ് ഇതുവരെ അവിടം വരെ എത്തിയിട്ടില്ല. അതാണ് ഔട്ട് ഓഫ് ദ മണി പറയുന്നത്. അപ്പോൾ ഇൻ ദ മണി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഓൾറെഡി കടന്നു പോയത് കോൾ ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ കടന്നുപോയ സാധനങ്ങളെല്ലാം ഇൻ ദ മണിയാണ്. അറ്റ് ദ മണി എന്ന് വെച്ചാൽ മാർക്കറ്റ് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് അതാണ് അറ്റ് ദ മണി. ഇനി എത്താൻ പോകുന്ന സ്ഥലങ്ങളെല്ലാം ഔട്ട് ഓഫ് ദ മണിയാണ്. കാരണം ഇത് മുകളിലേക്കാണ് കോൾ ഓപ്ഷൻ നമ്മൾ വ്യൂ വെക്കുന്നത് അല്ലേ. അതുകൊണ്ടാണ് കോൾ ഓപ്ഷനിൽ മുകളിലേക്ക് മാർക്കറ്റ് പോകുമെന്ന വ്യൂവിലാണ് നമ്മൾ കോൾ ഓപ്ഷൻ കാണുന്നത്. കൊണ്ടാണ് മുകളിലൊക്കെ ഔട്ട് ഓഫ് ദ മണി വന്നത്, അടുത്തേക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല. ഇതേപോലെ നമുക്ക് പുട്ട് ഓപ്ഷനിലേക്ക് വരാം. പുട്ട് ഓപ്ഷന്റെ വ്യൂ എന്താണ്? മാർക്കറ്റ് താഴേക്ക് പോകുന്നുള്ള വ്യൂ ആണ്. അതായത് ഒരു നിഫ്റ്റിന് ഉദാഹരണം പറയാൻ, നിഫ്റ്റി താഴത്തേക്ക് മൂവ് ചെയ്യും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ ഒരു ഓപ്ഷൻ ബയ്യർ എന്ത് ചെയ്യും? പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും അല്ലേ. അപ്പോൾ മാർക്കറ്റ് താഴത്തേക്കുള്ള വ്യൂ ആണ് പുട്ട് ഓപ്ഷനിൽ തരുന്നത്. ആ താഴത്തേക്കുള്ള വ്യൂവിൽ മാർക്കറ്റ് എത്തിയിട്ടില്ല. അവിടെ 24,900 എത്തിയ മാർക്കറ്റ് ഇല്ല അല്ലേ, 25,000 ആണുള്ളത്. 24,800 എത്തിയ പുട്ട് ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം എത്തിയിട്ടില്ല അല്ലേ, നമ്മളെ വ്യൂ താഴത്തേക്കാണ്. അപ്പോൾ അങ്ങനെ എത്താത്ത സ്ഥലങ്ങളൊക്കെ പുട്ട് ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം ഔട്ട് ഓഫ് ദ മണിയാണ്. പക്ഷേ 24,200 ഓൾറെഡി പുട്ട് ഓപ്ഷൻ കടന്നു പോയിട്ടുണ്ട്, 24,100 കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻ ദ മണിയാണ്, അത് ഓൾറെഡി കടന്നുപോയി അല്ലേ. ജസ്റ്റ് ഇങ്ങനെ ചാർട്ട് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അറ്റ് ദ മണി എന്ന് പറയുന്നത് സെയിം ആണ്. പുട്ട് ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം ഇൻ ദ മണി എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ മുകളിലുള്ള പ്രൈസുകളായിരിക്കും. ഇപ്പം നിൽക്കുന്ന മാർക്കറ്റിനേക്കാൾ മുകളിലുള്ള പ്രൈസ് ഒക്കെ ഇൻ ദ മണി ആയിരിക്കും. പക്ഷേ കോൾ ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നതിന് മുകളിലുള്ള പ്രൈസ് ഒക്കെ ഔട്ട് ഓഫ് ദ മണി ആയിരിക്കും. ഇനി നേരെ തിരിച്ചു വന്നാൽ മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നതിന് താഴത്തുള്ള പ്രൈസൊക്കെ കോൾ ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം ഇൻ ദ മണി ആയിരിക്കും. മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നതിന് താഴത്തുള്ള പ്രൈസുകളൊക്കെ പുട്ട് ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം ഔട്ട് ഓഫ് ദ മണി ആയിരിക്കും. ഇതെന്തിനാണ് പഠിക്കുന്നത് വെച്ചെങ്കിൽ, നമ്മളിപ്പോൾ ഇൻ ദ മണി ബൈ ചെയ്യണോ, ഔട്ട് ഓഫ് ദ മണി ബൈ ചെയ്യണോ, അറ്റ് ദ മണി ബൈ ചെയ്യണോ എന്നൊക്കെ പറയുന്ന സമയത്ത് ജസ്റ്റ് ഇൻ ദ മണി ബൈ ചെയ്തോ എന്നൊക്കെ പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഒരു പുട്ട് ഓപ്ഷന് ജസ്റ്റ് ഇൻ ദ മണി ബൈ ചെയ്തോ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, 25,000 100 പോയിന്റ് കൂട്ടിയിട്ട് 50 പോയിന്റ് കൂട്ടിയിട്ട് നമ്മൾ ബൈ ചെയ്യും അല്ലേ. പക്ഷേ കോൾ ഓപ്ഷന് ജസ്റ്റ് ഇൻ ദ മണി ബൈ ചെയ്തോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, 25,000 ജസ്റ്റ് ഒരു 50 പോയിന്റ് 100 പോയിന്റ് കുറച്ചിട്ട് ബൈ ചെയ്യും. അതാണ് കോൾ ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം ഇൻ ദ മണി. അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ അറ്റ് ദ മണിയും ഔട്ട് ഓഫ് ദ മണിയും ഇൻ ദ മണി എന്താണ് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഏകദേശം നല്ല ധാരണ ഉണ്ടായിരിക്കണം. പിന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോഴാണ് കോൾ ഓപ്ഷൻ്റെ പ്രൈസ് കൂടുന്നത്, താഴത്തേക്ക് വരുമ്പോഴാണ് പുട്ട് ഓപ്ഷൻ്റെ പ്രൈസ് കൂടുന്നത്. ഇതൊരു ബയ്യറുടെ കൺസെപ്റ്റിൽ. ഇനി മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് സെല്ലറുടെ കൺസെപ്റ്റിൽ നമുക്ക് നോക്കാം. ബയ്യറുടെ കൺസെപ്റ്റിൽ എന്താണ്, മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതോറും കോൾ ഓപ്ഷൻ്റെ പ്രൈസ് കൂടും അല്ലേ. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പുട്ട് ഓപ്ഷനിൽ നടക്കുക. കോൾ ഓപ്ഷൻ്റെ പ്രൈസ് കൂടും, പുട്ട് ഓപ്ഷൻ്റെ പ്രൈസ് കുറയും അല്ലേ. അപ്പോൾ സെല്ലർ എന്ത് ചെയ്യും, ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ എന്ത് ചെയ്യും,
പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യും. മാർക്കറ്റിന്റെ മുകളിലേക്ക് പോകുന്നതിൽ വ്യൂ ഉണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, പുട്ട് ഓപ്ഷൻ പോയിട്ട് സെല്ല് ചെയ്യാം. കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നതിന് പകരം വേണമെങ്കിൽ പുട്ട് ഓപ്ഷൻ പോയിട്ട് സെല്ല് ചെയ്യാം. അപ്പോൾ പുട്ട് ഓപ്ഷന്റെ പ്രൈസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ 100 രൂപയ്ക്ക് ഒരു പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്ത് വിചാരിച്ചോ, അത് പിന്നെ മാർക്കറ്റ് പ്രൈസ് കുറഞ്ഞ് 80 ആയിട്ടുണ്ടെങ്കിൽ ആ ഇടയ്ക്കുള്ള 20 രൂപ നമുക്ക് ലാഭമാണ്. പക്ഷേ മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് നഷ്ടമാണ്. അപ്പോൾ ഒരു സെല്ലറെ സംബന്ധിച്ച് ആ സെല്ല് ചെയ്ത പ്രൈസിനേക്കാളും പ്രൈസ് കുറയുന്നതാണ് അയാൾക്ക് ലാഭം കിട്ടുന്നത്. ബയ്യറെ സംബന്ധിച്ചിടത്തോളം പ്രൈസ് ആ ബൈ ചെയ്ത പ്രൈസിനേക്കാളും കൂടുന്നതാണ് ലാഭം. ഉദാഹരണത്തിന് ഇപ്പോൾ കോൾ ഓപ്ഷനിൽ ഇപ്പോൾ 25,190 രൂപയുണ്ട്. അത് ഒരാൾ ബൈ ചെയ്തു, മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതെന്നുള്ള വ്യൂവിൽ ബൈ ചെയ്തു. അത് 100 പോയിന്റ് മുകളിലേക്ക് വരുമ്പം അത് ഒരു 130 രൂപയിലേക്ക് എത്തി വിചാരിച്ചു. അതേ സമയത്ത് പുട്ട് ഓപ്ഷനിൽ ഒരാൾ സെല്ല് ചെയ്യുന്നു ഒരു 24,900 ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് 24,900 സെല്ല് ചെയ്യുന്നു 81 രൂപക്ക്. ആ സെല്ല് ചെയ്യുന്നത് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ എന്താവും, ഈ 81 രൂപയാണെന്നുള്ളത് ഒരു 54 രൂപയിലേക്ക് എത്തും. അത് തമ്മിൽ ഡിഫറൻസ് ഉണ്ടല്ലോ, അത് കുറഞ്ഞതാണല്ലോ പ്രൈസ്. അതായത് പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്തു, ഇവിടെ ബൈ ചെയ്തു. അപ്പം സെല്ലറുടെ കൺസെപ്റ്റിൽ എന്താണ്, ഈ 81 രൂപക്ക് സെല്ല് ചെയ്തത് 54 രൂപയിലേക്ക് എത്തി, 54ലേക്ക് എത്തി. ആ സമയത്ത് എന്തായി, പ്രൈസ് കുറഞ്ഞു അല്ലേ, അപ്പോൾ സെല്ല് ചെയ്താക്കി ലാഭം കിട്ടി. കോൾ ഓപ്ഷൻ ബൈ ചെയ്താക്കോ 90 രൂപക്ക് ബൈ ചെയ്തത് 130ലേക്ക് 120ലേക്ക് എത്തിയിട്ടുണ്ടാവും. ആ സമയത്ത് എന്തായി, അയാൾക്കും ലാഭം കിട്ടി. അങ്ങനെയാണ് ഓപ്ഷൻ പ്രൈസ് മൂവ് ചെയ്യുന്നത്. അപ്പം നമുക്ക് സെല്ലറുടെ കൺസെപ്റ്റിൽ കോൾ ഓപ്ഷനിൽ നോക്കാം. നമുക്ക് സെല്ലറുടെ കൺസെപ്റ്റിൽ കോൾ ഓപ്ഷനിൽ എങ്ങനെയായിരിക്കും, മാർക്കറ്റ് താഴത്തേക്ക് പോകുമ്പോഴായിരിക്കും സെല്ലർ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യാം അല്ലേ. ഇപ്പം മുകളിലേക്ക് വരുമ്പോൾ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യും, താഴത്തേക്ക് വരുമ്പോൾ സെല്ലർ എന്താക്കും, കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യും. അപ്പോൾ അതിൻ്റെ പ്രൈസ് ആയിരിക്കും കുറയുക. മാർക്കറ്റ് താഴേക്ക് പോകുന്നതോറും കോൾ ഓപ്ഷൻ്റെ പ്രൈസ് കുറഞ്ഞുകൊണ്ട് വരും. അപ്പോൾ ഒരു സെല്ലർ എന്ത് ചെയ്യും, കോൾ ഓപ്ഷൻ സെല്ല് ചെയ്യും മാർക്കറ്റ് താഴത്തേക്ക് പോകുമ്പോൾ. പക്ഷേ ബയ്യർ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും, പുട്ട് ഓപ്ഷൻ്റെ പ്രൈസ് കൂടി വരും. അപ്പോൾ ഒരിക്കലും മാർക്കറ്റ് താഴത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ള വ്യൂ ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യില്ല, പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുകയേ ചെയ്യുള്ളൂ. അപ്പോൾ മാർക്കറ്റ് താഴത്തേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരിക്കലും കോൾ ഓപ്ഷൻ ബൈ ചെയ്യില്ല, കോൾ ഓപ്ഷൻ സെല്ലേ ചെയ്യുള്ളൂ. മാർക്കറ്റ് മുകളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളൊരു വ്യൂ ഉണ്ടെങ്കിൽ എപ്പോഴും കോൾ ഓപ്ഷൻ ബൈ ചെയ്യും, പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യും. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് സെൻസിബിളിൽ പോയിട്ട് എങ്ങനെ മൂവ്മെൻറ്റ് നടക്കുന്നതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ സൈഡൊക്കെ കോൾ ഓപ്ഷനാണ് അല്ലേ. കോൾ ഓപ്ഷനിൽ നമുക്കൊരു പ്രൈസ് ബൈ ചെയ്ത് നോക്കാം. 25,100 ഞാൻ ബൈ ചെയ്തു അല്ലേ. എന്നിട്ട് അതിൻ്റെ ചാർട്ട് അടിച്ചു കൊടുത്തു. നമുക്ക് അതിൻ്റെ പേ ഓഫ് ചാർട്ട് ഒന്ന് നോക്കാം. ഇപ്പോൾ 25,000 മാർക്കറ്റ് നിൽക്കുന്നത് അല്ലേ, ഇവിടെ കാണിക്കുന്നുണ്ട്. മാർക്കറ്റ് പ്രൈസ് ഇവിടെ കാണിക്കുന്നത് 24,900, 24,800, 25,000 കാണിക്കുന്നുണ്ട്. ഇപ്പം മാർക്കറ്റ് മുകളിലേക്ക് പോകുന്തോറും ഇവിടെ പ്രൈസ് കൂടി വരുന്നുണ്ട്. 3,500, 3,900, 4,000, 5,000 അങ്ങനെ കൂടി വരുന്നുണ്ട് അല്ലെ. 10,000, 16,000. മാർക്കറ്റ് എത്ര മുകളിലേക്ക് പോകുന്നു, അപ്പോൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത ആളെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ആണ് അല്ലേ. അതേസമയത്ത് മാർക്കറ്റ് താഴേക്ക് പോയാൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത ആളെ സംബന്ധിച്ച് ലോസ് ആണ് അല്ലേ. ഇത് കൃത്യമായി കാണിക്കുന്നുണ്ട്, ലോസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 5,000 രൂപ ലോസാണ്. അത് 24,700 വാങ്ങിച്ച ഉടനെ മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, കോൾ ഓപ്ഷനിൽ പ്രൈസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ബൈ ചെയ്ത ആൾക്കാർക്ക് നഷ്ടം വരും. അതേസമയത്ത് മുകളിലേക്ക് പോയാൽ ലാഭവും വരും. ഇതാണ് കോൾ ഓപ്ഷൻ ബൈ ചെയ്താൽ മാർക്കറ്റിൽ സംഭവിക്കുന്നത്. പിന്നെ വെച്ചെങ്കിൽ അടുത്തത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് നോക്കാമല്ലോ. നമുക്ക് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് നേരെ ഓപ്പോസിറ്റ് ആണ്. നേരത്തെ മുകളിലേക്ക് പോകുമ്പോഴാണ് ലാഭം കിട്ടിയത്. പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത ആളെ സംബന്ധിച്ച് ലോസ് വന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത ആൾക്ക് പ്രോഫിറ്റ് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പോൾ ബയ്യർ കൺസെപ്റ്റിൽ മനസ്സിലായില്ലേ. അതായത് താഴേക്ക് പോകുന്നതോറും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്താൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതോറും പുട്ട് ഓപ്ഷൻ ബൈ ചെയ്താൾക്ക് ലോസും വരുന്നുണ്ട്. ഇനി നമുക്ക് സെല്ലർ കൺസെപ്റ്റിൽ ഒന്ന് നോക്കാം. ഇപ്പോൾ മാർക്കറ്റ് താഴത്തേക്ക് പോകുന്നവന്നിട്ട് ഇവിടെ ഞാൻ സെല്ലാണ് ചെയ്യുന്നത്. ഓക്കെ, സെല്ല് ചെയ്തു, കോൾ ഓപ്ഷൻ ഞാൻ സെല്ല് ചെയ്തു. മാർക്കറ്റ് താഴേക്ക് പോകുന്നില്ല വ്യൂവിൽ ഞാൻ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തു. നമുക്ക് പേ ഓഫ് ചാർട്ട് നോക്കാം. മാർക്കറ്റ് താഴേക്ക് പോകുന്നതോറും എന്താ സംഭവിച്ചത്, കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് വന്നുകൊണ്ടേയിരുന്നു. നേരത്തെ കോൾ ഓപ്ഷൻ ബൈ ചെയ്തതുകൊണ്ട് എന്താ സംഭവിച്ചത്, മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ ലോസ് വരിക ചെയ്തത് അല്ലേ. ഇപ്പോൾ കോൾ ഓപ്ഷൻ സെല്ല് ചെയ്തുകൊണ്ട് മാർക്കറ്റ് താഴേക്ക് വരുന്നതോറും നമുക്ക് പ്രോഫിറ്റ് കൂടി വന്നു. പക്ഷേ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതോറും എന്തായി, പ്രോഫിറ്റ് കുറഞ്ഞു വന്നു. ഇതൊരു ഇൻട്രാഡേ കൺസെപ്റ്റ് ഞാൻ പറയുന്നത്. ഒരു പ്രോഫിറ്റ് കുറഞ്ഞുകൊണ്ട് വന്നത്, നഷ്ടം വന്നുകൊണ്ടേയിരുന്നു അല്ലേ. നമുക്ക് പുട്ട് ഓപ്ഷനിലോ നോക്കാം. പുട്ട് ഓപ്ഷൻ ഞാൻ ഒന്ന് സെല്ല് ചെയ്യുന്നു. ഓക്കെ, പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ
പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുന്നപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്ന കൺസെപ്റ്റിലാണല്ലോ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകും തോറും പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്താക്കി ലാഭം വന്നുകൊണ്ടേയിരിക്കും. 2000 രൂപ 3000 രൂപ ലാഭം വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ മാർക്കറ്റ് താഴേക്ക് പോകും തോറും എന്താണ്, പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്ത ആൾക്ക് നഷ്ടം വന്നുകൊണ്ടേയിരിക്കും അല്ലേ. മാർക്കറ്റ് താഴേക്ക് അയാളെ വ്യൂവിന് എഗെയിൻസ്റ്റ് ആണ് പോയത് അല്ലേ മാർക്കറ്റ്. അപ്പോൾ അതിന് നഷ്ടം വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം നിങ്ങൾ ഈ കാണിക്കുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ ഞാൻ സെല്ല് ചെയ്യുക ചെയ്തല്ലേ. ഞാൻ ഒന്ന് ബൈ ഒന്നും കൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നു. ബൈ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ പ്രോഫിറ്റ് ഒന്ന് ശ്രദ്ധിച്ചോ നിങ്ങൾ. അൺലിമിറ്റഡ് ആണ്. മാർക്കറ്റ് എത്ര മൂവ് ചെയ്യുന്നോ മുകളിലേക്ക് അതൊക്കെ എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. പക്ഷെ ലോസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഒരു ബയ്യറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നഷ്ടം വരാൻ പോകുന്ന തുക എന്ന് പറയുന്നത് ആ കൊടുക്കുന്ന പ്രീമിയം മാത്രമായിരിക്കും. ഇതിലിപ്പോൾ നമ്മൾ 90 രൂപ പ്രീമിയം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 90 രൂപ ഇൻറ്റു 90 ഇൻറ്റു 75 ലോട്ട് സൈസ് അത് എത്രയാണോ അത് മാത്രമേ നമുക്ക് നഷ്ടം വരുള്ളൂ. ഇപ്പോൾ ഇതിൽ ഈ ട്രേഡിൽ ഒരു ബയ്യർക്ക് മാക്സിമം വരാൻ പോകുന്ന നഷ്ടം 6776 രൂപ. എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊന്ന് കണ്ടോ. ഈ എക്സ്പയറി ഡേറ്റിൽ 6776 രൂപ നഷ്ടം വരും. അപ്പോൾ എക്സ്പയറി ഡേറ്റ് എന്താണെന്ന് അറിയണ്ടേ. എക്സ്പയറി ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഓരോ കോൺട്രാക്റ്റാണ്. ഇതൊക്കെ ഒരു കോൺട്രാക്റ്റ് ആണല്ലോ. ബയ്യറും സെല്ലറും തമ്മിലൊരു കോൺട്രാക്റ്റ്. അത് എൻഡ് ചെയ്യുന്നൊരു ഡേറ്റ് ഉണ്ട്. അതിനാണ് എക്സ്പയറി ഡേറ്റ് പറയുന്നത്. ഇപ്പം നമ്മൾ ഓപ്ഷനിൽ എടുക്കുമ്പോൾ തന്നെ ഇവിടെ കാണും ജൂലൈ 24 അല്ലേ. ജൂലൈ 24 ഈ കോൺട്രാക്റ്റ് എക്സ്പയറി ആകുന്നത്. ആ എക്സ്പയറി ആവുന്ന സമയത്ത് നിഫ്റ്റി എവിടെയാണോ നിൽക്കുന്നത് അത് വെച്ചിട്ടാണ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്തത്. പക്ഷേ ഇൻട്രാഡേ ട്രേഡറെ സംബന്ധിച്ച് അതൊന്നും നോക്കേണ്ട കാര്യമില്ല. എങ്കിലും അറിഞ്ഞിരിക്കണമല്ലോ നമ്മൾ ഓപ്ഷൻ ബൈ ചെയ്യുകയോ സെല്ല് ചെയ്യുകയോ ചെയ്യുന്ന ആൾക്കാരുടെ സമയത്ത് ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഓരോ എക്സ്പയറിയും നിഫ്റ്റി NS തന്നിട്ടുണ്ട്. അതിനനുസരിച്ചിട്ട് ആ ഡേറ്റിൽ നിഫ്റ്റി എവിടെയാണോ നിൽക്കുന്നത് അതനുസരിച്ചായിരിക്കും അവർ പ്രോഫിറ്റും ലോസും കണക്ക് കൂട്ടുന്നത്. ഇപ്പം ഞാൻ ഉദാഹരണം ഒന്നും കൂടി കാണിച്ചു തരാം. 25,000 കോൾ ഓപ്ഷൻ 25,000 രൂപ മാർക്കറ്റ് നിൽക്കുന്നുണ്ട്. 25 വരുന്നതുകൊണ്ട് കോൾ ഓപ്ഷൻ ഞാൻ ബൈ ചെയ്യുന്നു. മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതിൻ്റെ കൺസെപ്റ്റിൽ 24 ജൂലൈയിൽ ഇതിൻ്റെ കോൺട്രാക്റ്റ് അവസാനിക്കും. നമുക്കൊന്ന് നോക്കി നോക്കാം പേ ഓഫ് ചാർട്ടിൽ. ഇതിപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോയി 24,100 എത്തി മാർക്കറ്റ് അല്ലേ. അതായത് ഇത് എക്സ്പയറി ഡേറ്റിൽ ഇവിടെ എത്തിയാലും ബൈ ചെയ്ത ആളെ സംബന്ധിച്ച് ലോസ് ആണ്. കാരണം ബൈ ചെയ്ത ആളെ സംബന്ധിച്ച് 24,100 പ്ലസ് പ്രീമിയം, ആ പ്രീമിയം കൊടുത്ത തുകയും കൂടി കൂട്ടിയിട്ട് 24,180 90 കടന്നാൽ മാത്രമേ അയാൾക്ക് ലാഭം കിട്ടുള്ളൂ. അതായത് നിഫ്റ്റി ചുരുങ്ങിയത് ഒരു 25,200 എത്തിയാൽ മാത്രമേ ഒരു ഓപ്ഷൻ ബയ്യറെ സംബന്ധിച്ച് ലാഭം കിട്ടുള്ളൂ. അത്രയും നിഫ്റ്റി മൂവ് ചെയ്യണം. നിഫ്റ്റി അതിനിടയിൽ എവിടെ നിന്നാലും ഓപ്ഷൻ ബയ്യറെ സംബന്ധിച്ച് എന്താണ് നഷ്ടമാണ്. എക്സ്പയറി ഡേറ്റ് വെച്ച് നോക്കും. അത് എക്സ്പയറി ഡേയിൽ ഉള്ള കാര്യം പറയുന്നത്, അതിന് മുമ്പുള്ള കാര്യമല്ല. എക്സ്പയറി ഡേയിൽ വരെ ആ ഓപ്ഷൻ കയ്യിൽ വെച്ചിരുന്ന ബയ്യർ കയ്യിൽ വെച്ചിരുന്നാൽ മാർക്കറ്റ് 25,200 മുകളിലേക്ക് പോയാൽ മാത്രമേ അയാൾക്ക് ലാഭമുള്ളൂ. പക്ഷേ അയാൾ ബൈ ചെയ്ത് 25,100 പ്ലസ് പ്രീമിയം. 25,100 ഓപ്ഷൻ ബൈ ചെയ്ത് അതായത് 25,100 മുകളിലായിരിക്കും നിഫ്റ്റി ക്ലോസ്. അതായത് ഈ 4 ദിവസം കൊണ്ട് 24-ാം തീയതിക്കുള്ളിൽ 24,100 നിഫ്റ്റി ക്ലോസ് ചെയ്യുക. ഇതിന് മുകളിലായിരിക്കും നിഫ്റ്റി ക്ലോസ് ചെയ്യുക എന്ന കൺസെപ്റ്റാണ് ഓപ്ഷൻ ബയ്യർ 24,100 ഓപ്ഷൻ ബൈ ചെയ്തത് അല്ലേ. അപ്പോൾ അതിന് കൊടുത്തൊരു പ്രീമിയം ഉണ്ട്. 100 രൂപ വിചാരിച്ചു. ആ 100 രൂപ അതും കൂടി കൂട്ടിയാൽ ആ 100 കൂടി കൂട്ടുമ്പോൾ 24,200 അല്ലേ. ആ 24,200 കഴിഞ്ഞാൽ മാത്രമേ എന്താവുള്ളൂ ഒരു ഓപ്ഷൻ ബയ്യറെ സംബന്ധിച്ച് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നിഫ്റ്റി അത്രയും മൂവ് ചെയ്യേണ്ട ആവശ്യകത ഓപ്ഷൻ ബയ്യറെ സംബന്ധിച്ചുണ്ട്. പക്ഷെ നമുക്ക് ഒരു ഓപ്ഷൻ സെല്ലറെ സംബന്ധിച്ച് നോക്കാം. അവിടെ ഓപ്ഷൻ സെല്ല് ചെയ്തു 25,100 കോൾ ഓപ്ഷൻ സെല്ല് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രോഫിറ്റ് വളരെ ലിമിറ്റഡ് ആണ്. അതായത് നമ്മൾ കൊടുക്കുന്ന പ്രീമിയം മാത്രമേ സെല്ലർക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുള്ളൂ. മാക്സിമം കിട്ടുക 6,776 രൂപ. അതായത് ഒരു ബയ്യറുടെ മാക്സ് ലോസ് ആണ് സെല്ലറുടെ മാക്സ് പ്രോഫിറ്റ്. പക്ഷെ ബയ്യർക്ക് അൺലിമിറ്റഡ് പ്രോഫിറ്റ് കിട്ടും അല്ലേ. അതുകൊണ്ട് സെല്ലർക്ക് അൺലിമിറ്റഡ് ലോസ് കിട്ടും. അപ്പോൾ മാർക്കറ്റ് 24,100 കടന്ന് 200 വരെ പോയാലും സെല്ലറെ സംബന്ധിച്ച് നഷ്ടമില്ല. സെല്ലർക്ക് നഷ്ടമൊന്നുമില്ല, പക്ഷെ വലിയ ലാഭം കിട്ടില്ല. ഇത് 200 താഴെ എത്ര നിൽക്കുന്നോ അത്രയും പ്രൈസ് കിട്ടിക്കൊണ്ടേയിരിക്കും. 24,100 മാർക്കറ്റ് അവസാനിക്കുന്നത്. അതായത് എക്സ്പയറി ഡേക്ക് 24,100 മാർക്കറ്റ് എൻഡ് ചെയ്താലും ഒരു സെല്ലറെ സംബന്ധിച്ചിടത്തോളം 6,776 രൂപ പ്രീമിയം കിട്ടും. ആ കൊടുത്ത പ്രീമിയം മൊത്തമായിട്ട് സെല്ലർക്ക് കിട്ടും. പക്ഷെ ബയ്യർക്ക് അത് മൊത്തമായി നഷ്ടം വരും. ഇതിൻ്റെ കൺസെപ്റ്റ് എന്താ വെച്ചെങ്കിൽ നിഫ്റ്റി എന്ന് പറയുന്ന സംഭവം മൂവ് ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ടല്ലേ. വലിയ മൂവ്മെൻറ്റുകൾ പലപ്പോഴും ഉണ്ടാവാറില്ല നിഫ്റ്റിയിലൊന്നും.
അങ്ങനെ വലിയ മൂവ്മെന്റുകൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, അതായത് നമ്മൾ സെല്ല് ചെയ്യുന്ന സ്ഥലത്തേക്ക് മാർക്കറ്റ് എത്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി സെല്ല് ചെയ്യാം. മനസ്സിലായോ? അതായത് ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പം കുറേ ഇതുണ്ട് അല്ലേ, നമുക്ക് ഓപ്ഷനിൽ കുറേ സ്ട്രൈക്ക് പ്രൈസ് ഉണ്ട് അല്ലെ, കുറേ സ്ട്രൈക്ക് ഉണ്ട്. ഇതിൽ നമ്മളിപ്പോൾ വിചാരിക്കുകയാണ് ഈ ആഴ്ച 4 ദിവസം കൊണ്ട് 25,400 നിഫ്റ്റി എത്തില്ല നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോയിട്ട് സെല്ല് ചെയ്യാം. ഓക്കെ. അല്ല, താഴത്തേക്ക് ഒരു 24,500 എത്തില്ല, ഇല്ലെങ്കിൽ 24,600 എത്തില്ല നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അവിടെയും പോയിട്ട് നമുക്ക് സെല്ല് ചെയ്യാം. 2 സ്ഥലത്ത് നമ്മൾ സെല്ല് ചെയ്തു. ഇതിനുള്ളിൽ മാർക്കറ്റ് നിന്ന് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ബ്രേക്ക് 24,400-നും 24,500-നും അല്ല 600-നും ഇടയിൽ മാർക്കറ്റ് എവിടെ നിന്നാലും നമുക്ക് 3,500 രൂപ പ്രോഫിറ്റാണ്. അത് അത്രയും വലിയ റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് എവിടെ നിന്നാലും ഒരു ഓപ്ഷൻ സെല്ലറെ സംബന്ധിച്ച് പ്രോഫിറ്റാണ്. 2 സൈഡിൽ അയാൾ സെല്ല് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ബയ്യറെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ലെവൽ ഉണ്ടല്ലോ, ആ പറഞ്ഞ ലെവലിനേക്കാളും മുകളിലേക്ക് കടന്നു പോകണം, എന്നെങ്കിൽ മാത്രമേ ഒരു ബയ്യറെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. ഒരു ബയ്യറെ സംബന്ധിച്ചിടത്തോളം എക്സ്പയറി ഡേയിൽ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ ആ ലെവൽ അവർ പറഞ്ഞ 24,100 ബൈ ചെയ്തെങ്കിൽ 24,100 പ്ലസ് പ്രീമിയം 24,200 കഴിഞ്ഞു പോയാൽ, മാർക്കറ്റ് കഴിഞ്ഞ് മുകളിലേക്ക് പോയാൽ മാത്രമേ എന്താവുള്ളൂ ബയ്യറെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് കിട്ടുള്ളൂ. പക്ഷേ ഇൻട്രാഡേയിൽ അങ്ങനെയല്ല. ഇൻട്രാഡേയിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ മാർക്കറ്റ് ഒരു 100 പോയിന്റ് 50 പോയിന്റ് മുകളിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മളെ പ്രീമിയം കൂടും. നമ്മൾ ബൈ ചെയ്ത പ്രീമിയം ഉണ്ട്. ഇപ്പോൾ 100 രൂപയ്ക്ക് ഞാൻ ബൈ ചെയ്തു, 24,100 നിന്നും 25,000 മാർക്കറ്റ് ഉണ്ട്. ഇപ്പോൾ 24,100 കോൾ ഓപ്ഷൻ ഞാൻ ബൈ ചെയ്തു, മാർക്കറ്റ് ഒരു 100 പോയിന്റ് വന്നു. അപ്പോൾ കോൾ ഓപ്ഷൻ ഒരു 30-40 പോയിന്റിന്റെ ഹൈക്ക്, അത് 100 എന്നുള്ളത് 140 എത്തും. 100 രൂപയ്ക്ക് ബൈ ചെയ്ത കോൾ ഓപ്ഷന്റെ വില അപ്പോൾ 140 എത്തും. അപ്പോൾ നമുക്ക് 40 രൂപ ലാഭത്തിന് കോൺട്രാക്ട് അവസാനം, അതായത് വിൽക്കാം, കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് വിൽക്കാം, 40 രൂപ പ്രോഫിറ്റ് എടുക്കാം ഇൻട്രാഡേയിൽ. ഈ എൻഡ് വരെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രശ്നം വരുന്നുള്ളൂ. ഓക്കെ.